ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ് എൽസ് ലാഡർ എന്ന് പറയുന്ന ഒരു ഫോമാറ്റാണ്. അതായത് നമ്മുടെ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ ഫോമാറ്റിൽ ചെയ്തപ്പോൾ അതിനെ ഇഫ് എൽസ് ലാഡർ എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഫ് എൽസ് നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന ഒരു ഫോമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഫോർമാറ്റ് പഠിച്ചായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇഫ് കണ്ടീഷൻ്റെ അകത്ത്, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിലാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയും അതിൻ്റെ അകത്തൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരാം, അതുപോലെ തന്നെ എൽസ് അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അകത്തും ഇഫ് കണ്ടീഷൻ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് പിന്നെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എൽസ് എന്ന് പറയും. എന്നാൽ അതേസമയം ഈ ഇഫ് എൽസ് ലാഡർ എന്ന് പറഞ്ഞാൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തല്ല ആക്ച്വലി മറ്റൊരു ഇഫ് കണ്ടീഷൻ വരുന്നത്. ഇതിലെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഇഫ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യും, എന്നിട്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ, അതായത് അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇൻ കേസ് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ നേരെ എൽസിലോട്ട് പോകും. ആ എൽസ് എന്ന് പറയുന്നത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. എന്നിട്ട് അതിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിലുള്ള കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഏറ്റവും അവസാന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആണ് എങ്കിൽ അടുത്ത അതിൻ്റെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അവിടെയും പിന്നെ വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്. എന്നിട്ട് അവിടുത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇൻ കേസ് അതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണെങ്കിൽ അടുത്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. അങ്ങനെ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്ത് അത് ഫാൾസ് ആണ് എങ്കിൽ അടുത്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നു, അടുത്ത എൽസ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നു. ആ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അങ്ങനെ ഒരേ ലെവലിൽ തന്നെ മൾട്ടിപ്പിൾ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അതിനെ ഇഫ് എൽസ് ലാഡർ എന്ന് പറയും. ഈ ലാഡർ എന്ന് പറയാൻ കാര്യം ഒരേ ലെവലിൽ തന്നെയാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഈ ഇഫ് കണ്ടീഷൻ്റെ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്തല്ല വീണ്ടും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതേ ലെവലിൽ തന്നെയാണ് വീണ്ടും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഫ് എൽസ് ലാഡർ എന്ന് പറയാം. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ നമുക്ക് 2 പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യാം. ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ ഈ ഇഫ് എൽസ് അല്ലെങ്കിൽ ഇഫ് എൽസ് ലാഡറിൻ്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു 2 പ്രോഗ്രാംസ് നമുക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള പ്രോഗ്രാമാണ്. ഈ y എന്ന വാല്യൂ കണ്ടെത്തുന്നത് ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ ഇട്ട് കൊടുത്താണ്. ഈ 4 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ 4 ഇക്വേഷൻസിൽ ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാനാണ് നമ്മൾ എക്സ് എന്നും എൻ എന്നും പറയുന്ന 2 ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് കിട്ടേണ്ടത് y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അതിന് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് എക്സ് എന്നും എൻ എന്നും പറയുന്ന വേരിയബിൾസ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കും. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. എൻ്റർ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് എൻ എന്ന് ചോദിക്കുക. അപ്പോൾ 2 ഇൻപുട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ 2 ഇൻപുട്ട് അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന എൻ എന്ന് പറയുന്ന ആ ഇൻപുട്ടിനെ ബേസ് ചെയ്താണ് ഇതിലേത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന എന്നിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ ഈ ഇക്വേഷനിലാണ് ആ വാല്യൂസ് എക്സിൻ്റെ എന്നിൻ്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിൻ്റെ വാല്യൂ 2 ആണ് എങ്കിൽ, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് വെൻ n = 1. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇതൊന്നുമല്ല, എന്നിൻ്റെ വാല്യൂ 1ഉം 2ഉം 3ഉം അല്ല, വേറെ എന്തെങ്കിലും വാല്യൂ ആണ് എങ്കിൽ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഇക്വേഷനിലായിരിക്കും എക്സിൻ്റെയും അല്ലെങ്കിൽ എക്സിൻ്റെ എന്നിൻ്റെയും വാല്യൂ അപ്ലൈ ചെയ്ത് വൈയുടെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ എൻ്റർ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് എൻ എന്ന് ചോദിക്കുമ്പോൾ 6ഉം 2ഉം എന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 6 എന്ന് പറയുന്ന വാല്യൂ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ടും 2 എന്ന് പറയുന്ന വാല്യൂ എൻ എന്ന് പറയുന്ന വേരിയബിളിലോട്ടുമാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. 1+x/n എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്ന ഒരു ഇൻഫർമേഷൻ കമ്പൈലറിന് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്തത് 6 എന്നാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണല്ലോ. അപ്പം 6/2 എന്ന് പറയുമ്പോൾ ആൻസർ 3 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ 1 ആൻസർ ആഡ് ചെയ്യുമ്പോഴേക്കും 4 എന്നായിരിക്കും കിട്ടുന്നത്. അതായത് y = 4 എന്ന് കിട്ടും. അതാണ് ദ വാല്യൂ ഓഫ് y xn എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാൻ എക്സിൻ്റെ വാല്യൂ 1.5 എന്നും എന്നിൻ്റെ വാല്യൂ 1 എന്നാണ് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 1+x എന്ന ഇക്വേഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 1+x എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1.5 ആണ് കൊടുത്തത്. അതിൻ്റെ 1 ആഡ് ചെയ്യുമ്പോഴേക്കും ആൻസർ 2.5 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന എന്നിൻ്റെ വാല്യൂ ബേസ് ചെയ്താണ്. നമ്മൾ രണ്ടാമത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന വാല്യൂ ആണ് n. അതിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്.
അപ്പം ഇതിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നത് ഈ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. POW എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ POW എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് x, n എന്ന് നമ്മളിവിടെ എഴുതിയാൽ മതി. എക്സിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ റേസ് ടു n ആണ് കിട്ടേണ്ടതെങ്കിൽ x, n എന്നാണ് നമ്മൾ ഈ POW എന്ന് പറയുന്ന പവർ ഓഫ് എന്ന് പറയുന്ന ആ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുവെങ്കിൽ CMAT എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലും കൂടെ പ്രോഗ്രാമിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ POW എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് CMAT എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഇൻറ്റീജർ ആയിട്ടാണ് എടുക്കുന്നത്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന എക്സിൻ്റെ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന വൈയുടെ വാല്യൂവും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ട് എൻ്റർ ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് എൻ എന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ആ സമയത്ത് എൻ്റർ ചെയ്യുന്ന വാല്യൂവിനെ എക്സിലോട്ടും എന്നിലോട്ടും നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്നു. ഇനിയാണ് ചെക്ക് ചെയ്യുന്നത്. എന്നിൻ്റെ വാല്യൂ ബേസ് ചെയ്താണ് ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണോ, അതായത് എന്നിൻ്റെ വാല്യൂ 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ദ വാല്യൂ ഓഫ് എക്സ് ബ്രാക്കറ്റിൽ വൈ ബ്രാക്കറ്റിൽ x, n എന്ന് പറഞ്ഞിട്ട് ആ y എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അത് ആദ്യത്തെ ഇതിൽ. ഇൻ കേസ് എന്നിൻ്റെ വാല്യൂ സപ്പോസ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തതുപോലെ എന്നിൻ്റെ വാല്യൂ 3 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻ ഫാൾസ് ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത എൽസ് ഇഫ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അവിടെയും കണ്ടീഷനും ഫാൾസ് ആണ്, കാരണം എന്നിൻ്റെ വാല്യൂ 3 ആണല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ്, നേരെ ഇങ്ങോട്ട് വരും. ഈ എൽസ് ഇഫ് എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഇതിലോട്ട് വരും. ഇവിടെ എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ ഈക്വൽ ടു 3 ആണെന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന വൈയുടെ ആൻസർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നേരെ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല, നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വൈയുടെ വാല്യൂ എത്രയാണെന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഓരോ കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ആ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ എൽസിലോട്ട് പോകും. അവിടെ വെച്ച് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ എൽസിൻ്റെയും കൂടെ പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. നമ്മളങ്ങനെ എഴുതുമ്പോൾ പ്രോഗ്രാം ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന് എൽസ് ഇഫ് ലാഡർ എന്ന് പറയും. ഇത് സാധാരണ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കത്തുള്ളൂ. ഈ എൽസ് ഇഫ് ലാഡർ എന്താണ് എന്ന് എഴുതാൻ തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിൻടാക്സ് ഒക്കെ എഴുതി വേണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അല്ലാതെ പ്രോഗ്രാമിൽ ഈ എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതും എന്നൊന്നും സാധാരണ ചോദിക്കാറില്ല. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തരും, ഇതിൻ്റെ പ്രോഗ്രാം എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ മേ ബി എൽസ് ഇഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചായിരിക്കും എഴുതുന്നത്. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമും കൂടെ നോക്കാം. ഇതും ജസ്റ്റ് അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതും എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിന് അയാളുടെ എത്ര സെയിൽസ് പിടിച്ചു അതിനെ ബേസ് ചെയ്ത് എത്ര കമ്മീഷൻ അയാൾക്ക് കൊടുക്കണം. ആ കമ്മീഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. അതിൻ്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടേബിൾ കൊടുത്തിട്ടുണ്ട്. അയാളുടെ എത്ര സെയിൽസ് ആണോ പിടിച്ചത് അതിനെ ബേസ് ചെയ്ത്. ഇപ്പോൾ അയാളുടെ സെയിൽസ് എന്ന് പറയുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആണെങ്കിൽ, അതായത് 500 റുപ്പീസോ അതിൽ കുറവോ ആണ് അങ്ങയുടെ സെയിൽസ് എങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 5% ആണ്. അതേസമയം ഗ്രേറ്റർ ദാൻ 500ഉം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000 500 റുപ്പീസിന് കൂടുതലോ 500 റുപ്പീസ് അതല്ല 500 റുപ്പീസിന് കൂടുതലോ അല്ലെങ്കിൽ 2000 കുറവോ ആണ് അയാളുടെ സെയിൽസ് എങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ എന്ന് പറയുന്നത് 35 റുപ്പീസും അതിൻ്റെ കൂടെ 500 റുപ്പീസിന് എബോവ് എത്ര സെയിൽസ് അയാൾ പിടിച്ചു അതിൻ്റെ 10% കൊടുക്കണം. അതുപോലെ തന്നെ 2000നും 5000നും ഇടയ്ക്കാണ് എങ്കിൽ അയാളുടെ സെയിൽസ് എങ്കിൽ, അതായത് ഇവിടെ മോർ ദാൻ 2000 അല്ല മോർ ദാൻ 2000നും 5000 താഴെയാണ് അതിൻ്റെ ഇടയിലാണ് അയാളുടെ സെയിൽസ് എങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 185 റുപ്പീസും പിന്നെ എബോവ് 2000 എത്ര സെയിൽസ് പിടിച്ചു അതിൻ്റെ 12% കൊടുക്കണം. അതേസമയം അയാളുടെ സെയിൽസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5000 ആണ് എങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് 12.5% ആണ് അയാൾക്ക് കമ്മീഷനായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നോക്കാം. ഇവിടെ സപ്പോസ് ഇപ്പോൾ അയാളുടെ സെയിൽസ് എന്ന് പറയുന്നത് 400 റുപ്പീസ് ആണെങ്കിൽ കമ്മീഷൻ എന്ന് പറയുന്നത് 400 × 0.05%, അതായത് 5% കമ്മീഷൻ. അപ്പോൾ 0.05 മൾട്ടിപ്ലൈ ചെയ്യപ്പോഴേക്കും 20 റുപ്പീസാണ് കമ്മീഷൻ എന്ന് കിട്ടും. അതേസമയം 1000 റുപ്പീസാണ് അയാളുടെ സെയിൽസ് എങ്കിൽ 1000 റുപ്പീസ് എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്, 500നും 2000നും ഇടയ്ക്ക്.
അപ്പം അങ്ങനെയാണെങ്കിൽ 35 റുപ്പീസും അതിൻ്റെ കൂടെ എബോവ് 500 എത്ര സെയിൽസ് അയാൾ പിടിച്ചു അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് 1000 - 500 എന്ന് പറയുന്നത്. എബോവ് 500 എത്ര സെയിൽസ് അയാൾ പിടിച്ചു അതിൻ്റെ 10%. അപ്പം അയാൾക്ക് ടോട്ടൽ 85 റുപ്പീസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ 3000 ആണ് അയാളുടെ സെയിൽസ് എങ്കിൽ 185 റുപ്പീസ് പ്ലസ് 185 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 185 റുപ്പീസ് പ്ലസ് എബോവ് 2000 എത്ര സെയിൽസ് പിടിച്ചു അതിൻ്റെ 12%. അതാണ് 3000 - 2000 എന്ന് പറയുന്നത്. അയാളുടെ സെയിൽസ് അയാൾ പിടിച്ചത് 3000 ആണ്. അപ്പോൾ എബോവ് 2000 അയാൾ 1000 റുപ്പീസിൻ്റെ സെയിൽസാണ് പിടിച്ചത്. അതിൻ്റെ 12% കൂടെ കൊടുക്കും. അങ്ങനെ ആകും 305 റുപ്പീസ് കമ്മീഷൻ വരും. സപ്പോസ് ഇപ്പോൾ 6000 ആണ് സെയിൽസ് എങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് 6000ൻ്റെ 12.5% എടുക്കുമ്പോൾ 750 റുപ്പീസ് കമ്മീഷനായിട്ട് കിട്ടും. അപ്പോൾ ഈ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് നമുക്ക് എഴുതേണ്ടത്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത്. എൻ്റർ ദി സെയിൽസ് എമൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സെയിൽസ് എത്രയാണെന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണെന്ന് കരുതുക. സെയിൽസ് എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കമ്മീഷൻ എമൗണ്ട് എത്രയാണെന്ന് അത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാമാണ് എഴുതുന്നത്. ഈ പ്രോഗ്രാം എഴുതുന്നത് നമ്മൾ മിക്കവാറും ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ്. ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുന്ന മെത്തേഡാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിൾ ഇൻറ്റീജറിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്മീഷൻ എന്ന് പറയുന്ന വേരിയബിൾ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എൻ്റർ ദി സെയിൽസ് എമൗണ്ട് എന്ന് ചോദിക്കുന്നു. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സെയിൽസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി ആദ്യം ചെക്ക് ചെയ്യാണ് സെയിൽസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആണോ, അതായത് 500 അതിൽ താഴെയോ ആണോ സെയിൽസ് എന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണ് എങ്കിൽ, അതായത് ഇപ്പോൾ സപ്പോസ് 400 ആണ് സെയിൽസ് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. അങ്ങനെയാണെങ്കിൽ അയാളുടെ സെയിൽസിനെ ആ കിട്ടിയ 400നെ 0.05 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും കമ്മീഷൻ കിട്ടും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്തില്ല, നേരെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് സി ഔട്ട് എന്ന് എഴുതി കമ്മീഷൻ എമൗണ്ട് ഈസ് എന്ന് പറഞ്ഞ് കമ്മീഷൻ എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സപ്പോസ് ഇപ്പം 500 അല്ല എബോവ് 500 ആണ് അയാളുടെ സെയിൽസ് എങ്കിൽ അടുത്ത ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. നമ്മളിവിടെ സാമ്പിളായിട്ട് 4200 ആണ് സെയിൽസ് എന്ന് കരുതുക. അപ്പോൾ അത് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ കണ്ടീഷൻ എഴുതിയപ്പോൾ ബിറ്റ്വീൻ 500 ആൻഡ് 2000 എന്നാണ് നമ്മളിവിടെ കണ്ടീഷൻ എഴുതിയത്. പക്ഷേ നമ്മളതിവിടെ ചെക്ക് ചെയ്തപ്പോൾ എബോവ് 2000 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കാര്യം എന്താണ്? കാരണം 5000 ലെസ് ദാൻ 5000 ആണ് എങ്കിൽ ഇവിടെ അങ്ങ് നമ്മളത് ട്രൂ ആവുമായിരുന്നു. അപ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയായാലും അത് എബോവ് 500 ആണ് എന്നാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ പിന്നെയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ സെയിൽസ് ലെസ് ദാൻ 2000 ആണോ അല്ലയോ എന്ന് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സെയിൽസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ 4200 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷനും ഫാൾസ് ആയിരിക്കും. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതിന് അടുത്ത എൽസിഫിലോട്ട് പോകുന്നു. ഇവിടെ വെച്ചത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5000 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 2000-നും 5000-നും ഇടയ്ക്ക് എന്ന വാല്യൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 2000 ആൻഡ് 5000 എന്ന സംഭവമല്ല നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5000 ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഗ്രേറ്റർ ദാൻ 2000 ആയതുകൊണ്ടാണ് ഇവിടെയും നമുക്ക് കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രേറ്റർ ദാൻ 2000 ആണോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5000 ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 4200 ആണ് നമ്മുടെ സെയിൽസ്, അതുകൊണ്ട് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ കമ്മീഷൻ എത്രയാണെന്ന് വെച്ചാൽ 449 എന്ന വാല്യൂ അത് കണ്ടെത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, നേരെ ഈ ഒരു സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന് എക്സിക്യൂട്ട് ചെയ്ത് കമ്മീഷൻ എത്രയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അതായത് നമ്മൾ എഴുതുമ്പോൾ ഇഫ് എൽസ് ഇഫ് എൽസ് ഇഫ് എൽസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പം ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ എൽസ് ഇഫ് ലാഡർ എന്ന് അതിനെ പേര് വിളിക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രോഗ്രാം എഴുതാനായി സാധിക്കും. ഇഫ് എൽസ്, അതുപോലെ തന്നെ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്, ലാഡർ ഫോമിലുള്ള ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു രൂപത്തിലുള്ള ഈ എല്ലാ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഇഫ് എൽസ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. ബാക്കി ഈ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാംസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് ജസ്റ്റ് നോക്കുക. ബേസിക്കലി ഇഫ് എൽസ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള പ്രോഗ്രാംസ് എല്ലാം ഈസി തന്നെയാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നും ഇതിലങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. വളരെ ഈസി ആയിട്ടുള്ള പ്രോഗ്രാം, വായിച്ചാൽ മനസ്സിലാവുന്ന പ്രോഗ്രാംസൊക്കെ നിങ്ങൾക്ക് ഇത് എക്സാമിനും ചോദിക്കുകയുള്ളൂ. ഇഫ് എൽസ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ഈസി തന്നെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ടൈപ്പായ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.